വളരെയധികം പഴക്കമുള്ള ഒരു ചുരിദാറിന്റെ മെറ്റീരിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചുരിദാർ തയ്ക്കാനുള്ള തുണിയാണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കഷ്ടിച്ചൊരു ടോപ്പ് തയ്ക്കാം, അത്ര നീളേ ഉള്ളൂ തുണിക്ക് നല്ല പ്രായമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ആ തുണിക്ക് ഉണ്ടായിരുന്നു. കറപ്പാടുകളും ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടകളും ഉണ്ട്. എന്തോ വരട്ടെ എന്ന് പറഞ്ഞാൽ എന്തേ വെട്ടാൻ പോവാണ്. തുണി വെട്ടാൻ ഡൈനിങ് ടേബിളിന്റെ പുറത്തുകൊണ്ടൊന്ന് വിരിച്ചപ്പോൾ അതിന് മാച്ചായിട്ട് കിടക്കുന്നു സംഭവം. അമ്മ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ സംഭവം വെട്ടുന്നുണ്ട്. ഇതെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് മേശവിരിയാക്കിയാൽ തീർന്നില്ലേ. അംബ്രല്ല കട്ടിംഗ് പാവാടയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് വെട്ടാനായിട്ട് പഠിച്ചത്. വെട്ടിയെടുത്തപ്പോൾ സംഭവം കറക്റ്റായി, പക്ഷേ ഇറക്കം കുറവ് പോലെ എനിക്ക് തോന്നി. സംഭവത്തിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മേളിലോട്ട് ഒരു പോർഷനും കൂടി വെച്ച് തയ്ക്കുന്നുണ്ട്. അപ്പോഴേക്ക് ആദപ്പന്റെ ഉറക്കം കഴിഞ്ഞ് അവ എണീറ്റു. ആ സമയത്ത് മുണ്ടിന്റെ കരഭാഗം വെട്ടിക്കളയാനായിട്ട് സഹായഹസ്തവുമായി വന്നത് എന്റെ അമ്മയാണ്. പാവാട ഒരു അറ്റത്തേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് പാകത്തിനുള്ള ഒരു ടോപ്പ് തന്നെ ഞാൻ അളവിനായിട്ട് എടുത്തു. അത് വെട്ടിയതിന് ശേഷം ഞാൻ അതിന്റെ പാകത്തിന് ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കുന്നുണ്ട്. പ്രാവശ്യം കൈക്ക് താഴെ ഒരു പഫ് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ പാവാടയിൽ ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പതിവ് അലങ്കോല പണികളും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യണേ.